പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് ഓരോരുത്തരെയും പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? മനസ്സിലായി? അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ആനയെ എങ്ങനെ ഫ്രിഡ്ജിനകത്ത് 3 ആയിട്ട് കയറ്റാം? ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാമോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെ ഫ്രിഡ്ജിനകത്ത് 3 ആയിട്ട് കയറ്റാം? ഫ്രിഡ്ജിനകത്ത് അറിയാമോ? എന്തോ എങ്ങനെയുള്ള കുസൃതി ചോദ്യം അല്ല, ആ ചേട്ടനും കുസൃതി ആയിട്ടുള്ള ആൻസറാണ് പറഞ്ഞത്. കുഴിയാനല്ല, ടൈം ഔട്ടായി. ഫസ്റ്റ് ഫ്രിഡ്ജ് തുറക്കുക, എന്നിട്ട് ആനയെ വയ്ക്കുക, എന്നിട്ട് ഫ്രിഡ്ജ് അടയ്ക്കുക. മനസ്സിലായില്ലേ? ഇതാണ് ആൻസർ. ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? ഒരു ജിറാഫിനെ എങ്ങനെ എപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കാം? ഫസ്റ്റ് ഡോർ തുറക്കുക, എന്നിട്ട് ജിറാഫിനെ തള്ളി വെക്കുക, അടയ്ക്കുക. അല്ല, വിളിച്ചു കൂവുന്നേ. 2 ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാട്ടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ പറ്റി. അല്ല, ഫ്രിഡ്ജ് തുറന്ന് മടക്കി വെക്കാം. അല്ല, ജിറാഫിന് മുകളിൽ ഫ്രിഡ്ജ് വെക്കണം. അല്ല, പറഞ്ഞോട്. എന്താ? കുഴപ്പമുണ്ട്. ആനയെ എടുത്ത് വെളിയിൽ വെക്കുക, എന്നിട്ട് ജിറാഫിനെ വെക്കുക, അടയ്ക്കുക. കറക്റ്റ്. അമ്പട കേമാ സണ്ണിക്കുട്ട. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ജിറാഫിനെ എങ്ങനെ ഫ്രിഡ്ജിനകത്ത് 4 ആയിട്ട് കയറ്റാം എന്നായിരുന്നു ആൻസർ. ക്വസ്റ്റ്യൻ 4 ആയിട്ട് കയറ്റാം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഫ്രിഡ്ജ് തുറക്കുക, പിന്നെ ഇരിക്കുന്ന ആനയെ എടുത്ത് പുറത്ത് വയ്ക്കുക, ജിറാഫിനെ അകത്ത് കയറ്റുക, ഫ്രിഡ്ജ് അടയ്ക്കുക. അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കാട്ടിലെ രാജാവ് ആരാ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്കണം. അതിന്റെ മോനെ പക്ഷെ ഇതൊക്കെ നടക്കൂ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം, റോക്കറ്റ് അല്ലേ? ആനല്ല, സിംഹം. പണ്ട് കാലത്ത് ആന ഇരുന്നിട്ടുണ്ട്, ഇപ്പൊ സിംഹമാണ്. വീരപ്പൻ. അപ്പോൾ കാട്ടിലെ രാജാവായ സിംഹം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ആ മീറ്റിങ്ങിന് എല്ലാ ജീവികളും, സകല ജീവികളും പോയി. എല്ലാവരും പങ്കെടുത്തു. പക്ഷെ ഒരാൾ മാത്രം പങ്കെടുത്തില്ല. എന്തുകൊണ്ട്? കാര്യം അല്ല, ഒരാൾ മാത്രം, ഒരു ജീവി മാത്രം വന്നില്ല. അത് ഏത് ജീവിയാണെന്ന് പറയാമോ? ഒരു മൃഗം മാത്രം വന്നില്ല. ബാക്കി എല്ലാ മൃഗങ്ങളും. സിംഹമല്ല. ചെവി കേൾക്കാൻ പറ്റാത്ത മൃഗമുണ്ടോ? അതറിയാൻ വയ്യ. ആലോചിക്കൂ, തലപ്പ് കുഞ്ഞ് ആലോചിക്കൂ.
മാൻ അല്ല. എവിടെ ചെന്ന് എത്തിക്കുന്നു? അപ്പൊ ടൈം ഔട്ടായി. ചേട്ടന് ആൻസർ വല്ലതും പറയാനുണ്ടോ? എന്താ ചേട്ടന്റെ പേര്? അജയൻ. അജയൻ. അപ്പോൾ അജയൻ ചേട്ടൻ നേരത്തെ ആൻസർ പറഞ്ഞു, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസർ ആയിരുന്നു. ജിറാഫ് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ വരും? അടുത്ത ദിവസം മിക്കവാറും ഏകദേശമുള്ള ഒരു ആൻസർ പറയുന്നെന്ന് തോന്നണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കാട്ടിനകത്തൊരു അമ്മമ്മ ഉണ്ട്. അമ്മമ്മയ്ക്ക് ഒരു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് അരി പൊടിക്കാൻ പോകണം. ഈ അരി പൊടിക്കാൻ പോകുന്നെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുളം, അതിന് കാവലായിട്ടൊരു സിംഹമുണ്ട്, അതിൻ്റെ നടുക്കൊരു പാലം, ആ പാലത്തിൽ കൂടെ കയറി വേണം പോകാൻ. പക്ഷേ ആ കുളം നിറച്ച് മുതലയാണ്. പക്ഷേ അമ്മുമ്മ സുഖമായിട്ട് സിംഹത്തിനെയും മറികടന്ന് മുതലയെയും മറികടന്നൊക്കെ സുഖമായിട്ട് പോയി അരി പൊടിപ്പിച്ചുകൊണ്ട് വന്നു. കാരണം എന്ത്? കാരണം പറയും. അന്ന് അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല. അമ്മമ്മ നല്ല രീതിക്ക് പോയി. സിംഹം കാവേരിപ്പുണ്ട്, കുളത്തിൽ മുതലയുണ്ട്, പക്ഷെ അന്ന് പോയി അമ്മമ്മ നല്ല സുഖമായിട്ട് പോയി അരിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അല്ല കറക്റ്റ് ആൻസർ. അമ്പട കേമാ സണ്ണിക്കുട്ട. മീറ്റിംഗ് വിളിച്ചാൽ അന്ന് അമ്മ അരി പഠിപ്പിക്കാൻ പോയി. അതാണ് ആൻസർ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് രാജേഷ് കുമാർ. രാജേഷ് കുമാർ. അപ്പോൾ രാജേഷ് ചേട്ടന് നല്ലൊരു ക്ലാപ്പ്. അതുപോലെ അജയൻ ചേട്ടന് നേരത്തെ നമ്മൾ ക്ലാപ്പ് കൊടുത്തില്ലായിരുന്നു. വിഷമില്ല. ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15 മീറ്റർ നീളമുള്ള ഒരു കയറിൽ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട്. ആ പശു 25 മീറ്റർ നീളം കഴിഞ്ഞുള്ള പുല്ല് കഴിച്ചു. അതെങ്ങനെ? 15 മീറ്റർ നീളമുള്ള കയറിലാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ ആ ചുറ്റളവിൽ നിന്നേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ പശു 25 മീറ്റർ നീളം അകലെയുള്ള പുല്ല് കഴിച്ചു. എങ്ങനെ? റബ്ബർബാൻഡ് കൊണ്ടാണ് ഇത് സർക്കിളായിട്ട് എന്ന് പോച്ചെന്ന്. അപ്പൊ ഇവന്റെ ചെവി ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ 25 മീറ്റർ ആയിട്ട് വരുന്നില്ലേ? പശുവിന്റെ നീളം എത്ര? 5 മീറ്റർ. അല്ല, പശുവിന്റെ നീളം അതല്ല ആൻസർ. അല്ല, അതുമല്ല ആൻസർ. ആൻസർ പറഞ്ഞോളൂ, ഏതെങ്കിലുമൊക്കെ ആൻസർ ആയിരിക്കാം. റബ്ബറിന്റെ കയറായിരുന്നു, കയറ് വരിഞ്ഞു. അല്ല, കുറ്റി കഴിഞ്ഞു പോയി കാണും. അതല്ല, കുറ്റി കഴിഞ്ഞ് പോയതല്ല ആൻസർ. കുറച്ചുകൂടാ ഒന്ന് ഗുമ്മായിട്ട്, കുറച്ചുകൂടാ. കയറഴിഞ്ഞു പശു പോച്ചെന്ന്. ഇവന്റെ നേരെ പറയണ്ടടാ. കാറ്റുണ്ടോടാ, കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, വീശാൻ എന്ന് പറഞ്ഞത് ഇവന് വെട്ടാനാടാ. തെളിച്ച് പറയണ്ടടാ. അതല്ല സംഭവം. കുറച്ചുകൂടെ ഒന്ന് ബേസിലെന്ന് പറയൂ. പശുവിനെ കെട്ടിയില്ലായിരുന്നു. കെട്ടിട്ടില്ലായിരുന്നു. 25 മീറ്ററുള്ള കയറിന് പശുവിനെ 15 മീറ്ററുള്ള കയറിനകത്ത് കെട്ടിയിട്ടില്ല. പശുവിന് കയറ് മാത്രമേ ഉള്ളൂ. അത് നടന്നു പോയി 25 മീറ്ററുള്ള പോച്ച ചെന്ന് കെട്ടാത്ത നമ്മളെ വിട്ടല്ല. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അപ്പോൾ അജയ് ചേട്ടന് കെട്ടിയിട്ടില്ലാന്ന് പറഞ്ഞ ഞാനല്ലേ. കെട്ടിട്ടില്ല ഈ ചേട്ടനാ പറഞ്ഞ ആൻസർ. ഇവിടെ നിന്ന് ഓരോരുത്തരും. ചേട്ടന്റെ പേരെന്തോ? ബിജു, തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബിജു ചേട്ടനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാസ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സായിപ്പ് ചായക്കടയിൽ കയറിയിട്ട് 44 ബനാന എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കടക്കാർ എന്ത് ചെയ്തു? 44 ബനാന കൊണ്ടുവന്നു അടുത്ത് വെച്ചു.
അപ്പൊ അയാളെ അടിക്കുകയും ചെയ്തു സായിപ്പ്. അതിന്റെ കാരണം എന്താ? സായിപ്പ് ചായക്കടക്കാരനെ തല്ലി. അതിന്റെ കാര്യം എന്തോ 4 ചായക്ക് പറഞ്ഞെടുത്ത് 44 ബനാന കൊണ്ടുവച്ചു. 4 ചായ 1 പഴം. 4 ചായ 4 പഴവും. കറക്റ്റ് ആൻസർ. അപ്പോൾ അജയൻ ചേട്ടൻ ആൻസർ പറഞ്ഞു. അപ്പോൾ അജയൻ ചേട്ടന് നല്ലൊരു ക്ലാസ്. ആൻസർ 44 ബനാന എന്ന് പറയുമ്പോൾ 44 ബനാന എന്നായിരുന്നു. 4 ചായയും 4 ബനാനയും എന്നായിരുന്നു ആൻസർ. ഇനി അടുത്ത 6ാമത്തെ തിരുവനന്തപുരത്ത് നിന്നും ബിജിച്ചേട്ടൻ നല്ലൊരു ഗാനം ആലപിക്കുന്നതാണ്. ഇന്ദ്രകളസം ചാർത്തിയുണരും തീരം ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും നേരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. ഓക്കെ അല്ലേ? ഓക്കെ, സൂപ്പർ. രാജേഷ് ചേട്ടന് നല്ലൊരു നമ്മൾ ബിജിച്ചേട്ടൻ ഒരു അടിച്ചുപൊളി ഗാനം പാടുന്നതാണ്. പഴയ പാട്ടെങ്കിൽ പഴയ പാട്ട്. വെണ്ണയോ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ. സൂപ്പർ സൂപ്പർ, അടിപൊളി. ഈ സമയം വൈകിക്കുന്നില്ല, പെട്ടെന്ന് പോകാം. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏത് തരത്തിലുള്ള ആളുകളാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? ആൻസർ പോരട്ടെ. കറുത്ത നിറമുള്ളവരെല്ലാവരും സ്വർഗത്തിലോട്ട് പോകും. അല്ല, ഏത് തരത്തിലുള്ള ആളുകളാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്? സ്വർഗം എന്ന് പറയുന്നുണ്ടോ? അതല്ല ആൻസർ. നല്ലവർ അല്ല, കുശുമ്പുള്ളവര്. ബേസായിട്ട് ചിന്തിക്കൂ. ബേസില് അല്ല, ഞാൻ ചോദിച്ചു സ്വർഗം എന്ന് പറയുന്നുണ്ടോ? അതെനിക്കറിയത്തില്ല. ഉണ്ട്, സ്വർഗവും നഗരമൊക്കെ ഉണ്ടെന്ന് സ്വർഗം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അത് സ്വർഗം ഉണ്ടോ? ആൻസർ അല്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്, സ്വർഗവും നഗരവും. അപ്പൊ എന്താ ഇത്? മരിച്ചവരാണല്ലോ സാധാരണ സ്വർഗത്തിൽ പോകാറുള്ളത്. ഏത് തരത്തിലുള്ള ആളുകളാണ്? മാപ്പിൽ നോക്കിയാൽ മതി, ഗൂഗിൾ മാപ്പ് നോക്കിയാൽ സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്. ഇവരെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ സത്യം. പകുതിയായ ആപ്പിൾ എങ്ങനെ കാണപ്പെടുന്നു? അതല്ല, പകുതിയായത് കുസൃതി ചോദ്യമല്ലേ. പകുതിയായ അല്ല, എങ്ങനെ കാണപ്പെടുന്നു? അല്ല, കണ്ണുകൊണ്ട് ഒരു സൈഡിൽ കൂടെ അല്ല. ആൻസർ വരട്ടെ. വിഷമത്തോടു കൂടി, കാരണം ബാക്കി പോയല്ലോ എന്ന് ഓർത്ത്. ഇല്ല, എങ്ങനെ കാണപ്പെടുന്നു? പകുതിയായി കാണപ്പെടുന്നു. പകുതിയായി കാണപ്പെടുന്നു. എങ്ങനെ പകുതിയായി കാണപ്പെടുന്നു? പകുതിയായി കാണപ്പെടുന്നു, മറ്റേ പകുതി പോലെ കാണപ്പെടുന്നു. അതാണ് ആൻസർ. ബിജുചേട്ടനാണ് ആൻസർ പറഞ്ഞത്. കിട്ടിയോ? അത് എന്നോടാണോ ചോദിക്കുന്നത്? കിട്ടിയോടാ? 2 ദിവസത്തിനകം കിട്ടും. പതിവ് പോലെ എല്ലാ വിഷയത്തിനും 100 മുട്ടായിരിക്കും കിട്ടാൻ പോണേ. അത് അപ്പോഴല്ലേ, അതിന് ഇന്നെന്തിനാ ശിക്ഷിക്കുന്നേ? എടി പോത്തെ, ഇന്ന് ഞാൻ നാട്ടിൽ പോകല്ലേ. ഇനി പ്രോഗ്രസ് കാർഡ് കിട്ടുന്നവരെ എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ?
ചെയ്യേണ്ട ജോലികളൊക്കെ കഴിയുന്ന നേരത്തെ ചെയ്ത് തീർക്കണം. അതാണ് ഡോക്ടർ അപ്പുക്കുട്ടന്റെ. ഞങ്ങളല്ലേ പറഞ്ഞു തന്നെ. അപ്പോൾ ബിജു ചേട്ടന് ഒരു പോയിന്റ് ലഭിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞായിരുന്നു ആൻസർ ആദ്യം. അപ്പൊ 2 ക്വസ്റ്റ്യൻ, ഇവിടെ 2 ക്വസ്റ്റ്യൻ, 2. അപ്പൊ 3 പേരും കൂടെ അല്ലേ? അപ്പോൾ ബിജു ചേട്ടനും അജയൻ ചേട്ടനും രാജേഷ് ചേട്ടനുമാണ് ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം 3 പേര്. അപ്പോൾ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ചുവന്ന കല്ലെടുത്ത് നമ്മൾ നീല കടലിലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കല്ലിന് എന്ത് സംഭവിക്കും? അല്ല, നീല കടലിലിടുന്നു. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കല്ല് വെള്ളത്തിൽ പോകും. ആൻസർ ഇതുവരെ വന്നില്ല. വെള്ളം മുകളിലേക്ക് തെറിക്കും. അല്ല, താന്നു പോകും. കല്ലെടുത്ത് നീല കടലിൽ ഇടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആൻസർ വന്നില്ല. സംഭവിക്കും. വെള്ളത്തിലുള്ള വണ്ടി പോകുന്നുണ്ട്. കല്ല് കടലിലാവോ? ഇവിടെ ആൻസർ പറഞ്ഞു. ആര്? കല്ല് നനയും. കല്ല് നനയും. വീണ്ടും വീണ്ടും കൊല്ലക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മിടുക്കരാണെന്ന്. അപ്പോൾ അജയൻ ചേട്ടൻ 3 പോയിന്റ് നേടിയിരിക്കുന്നു. ഇനി ആകെ ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. രാജേഷ് ചേട്ടന് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ടൈ ആവും. പിന്നെ ഒന്നേന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 365 ദിവസവും നമ്മളെ ആകർഷിക്കുന്നത് ആരാണ്? സൂര്യനല്ല. കറക്റ്റ് ആൻസർ അല്ല, ഭൂമി. കറക്റ്റ് ആൻസർ. അനീഷ് ചേട്ടനാണ്. അനീഷ് ചേട്ടൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴാണ് ഉണർന്നതെന്ന് തോന്നുന്നു. ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയം ആരാ? അജയൻ ചേട്ടനാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയിയായ അജയൻ ചേട്ടന് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ശ്രീ സാമി ക്ഷണിച്ചു. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ, രാജേഷ് ചേട്ടാ, പ്രോഗ്രാമിനെ കുറിച്ച് തകർത്തോ? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന തൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന തൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനോ പെണ്ണുകുള്ള നന്നാന്ന് നന്നാന്ന്. അത് തുടങ്ങി ഡാൻസ്. ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.